ഹലോ പ്രിയപ്പെട്ടവരെ, സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന വിലയിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്മാർട്ട് BLDC ഫാനാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. 28 വാട്ട്സിൽ വർക്ക് ചെയ്യുന്ന ഈ BLDC ഫാൻ സാധാരണ ഇൻഡക്ഷൻ ഫാനുകളെ അപേക്ഷിച്ച് നമ്മുടെ ഇലക്ട്രിസിറ്റി യൂസേജിൽ നല്ല രീതിയിൽ കുറവ് വരുന്നുണ്ട്. 4 വ്യത്യസ്ത കളറുകളിൽ ഈ ഫാൻ ലഭ്യമാണ്. അപ്പോൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ഫാൻ ഒന്ന് അസംബിൾ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ലഭിക്കുന്ന 2 കനോപ്പി, ഒരു റാഡ്, പിന്നെ ഒരു സ്മാർട്ട് റിമോട്ട് വളരെയധികം നല്ല ക്യൂട്ടായിട്ടുള്ള റിമോട്ടാണ്. ഇതിൽ തന്നെ ഒരു ചെറിയ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. നമുക്ക് ഈ പ്ലസ് മൈനസിൽ നമ്മുടെ ഫാൻ സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാം. അതുപോലെ തന്നെ 2 മണിക്കൂർ, 4 മണിക്കൂർ, 8 മണിക്കൂറൊക്കെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ ഓഫ് ആയിക്കോളും. എക്കോ മോഡ്, സ്മാർട്ട് മോഡ്, ടർബോ മോഡ് എന്നീ മോഡുകളൊക്കെ ഈ റിമോട്ടിലുണ്ട്. അപ്പോൾ ഇത് വളരെ ഒരു നല്ല ഫങ്ഷൻസ് ഒക്കെ ഉള്ള റിമോട്ടാണ്. ഇതിൻ്റെ കൂടുതൽ ചെറിയൊരു ഹോൾഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾഡർ നമുക്ക് ഭിത്തിയിലൊക്കെ വേണമെങ്കിൽ സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ റിമോട്ട് നമുക്ക് വളരെ സേഫായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ BLDC ഫാൻ 3 വർഷത്തെ വാറണ്ടിയാണ് വന്നിരിക്കുന്നത്. 3 വർഷം കഴിഞ്ഞ് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നമുക്കത് ലൈഫ് ലോങ് ആയിട്ട് ഈ ഫാൻ റിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എല്ലാ പാർട്സുകളും അവൈലബിൾ ആണ്. ഇൻ കേസ് ഇനി ഇടി വെട്ടി പോയെന്ന് പറഞ്ഞാലും ഇതിൻ്റെ എല്ലാ പാർട്സുകളും നമുക്ക് മാറിയിട്ട് സർവീസ് ചെയ്ത് തരാൻ പറ്റും. വാറണ്ടി പീരീഡ് കഴിഞ്ഞാണെങ്കിലും വാറണ്ടി പീരീഡിലുള്ള സമയത്താണെങ്കിലും. ഫേസ്ബുക്കിൽ എൻ്റെ വീഡിയോ കണ്ട് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നവരുടെ പണം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന ഒരു ഉത്തരവാദിത്തം എനിക്കുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. നല്ല പ്രൊഡക്റ്റുകൾ മാത്രം റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ലീഫ് എല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം കറണ്ടിൽ. അപ്പോൾ നമ്മൾ വീടുകളിൽ ഇത് ഫിറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് റെഗുലേറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. റെഗുലേറ്റർ നമുക്ക് ബൈപ്പാസ് ചെയ്ത് കൊടുത്താൽ മതി. മൊത്തം കൺട്രോളിങ് റിമോട്ടിലായിരിക്കും വരുന്നത്. നമുക്ക് ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും. KSEB കറണ്ട് ബില്ല് കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഇത്തരം BLDC ഫാനുകൾ നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ വൈദ്യുതി ബില്ലിൽ കുറവ് വരും. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സാധാരണ പഴയ മോഡൽ ഇൻഡക്ഷൻ ഫാനൊക്കെ ഒരെണ്ണം വർക്ക് ചെയ്യുന്ന അത്രയും കറണ്ട് കൊണ്ട് നമുക്ക് ഈ BLDC ആണെങ്കിൽ അതിലൊരു 3-4 ഫാനൊക്കെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് അസംബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കറണ്ട് ലൈൻ കൊടുക്കാൻ വേണ്ടി ഒരു കോഡ് വയർ കണക്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ആരും ചെയ്യേണ്ട കാര്യമില്ല. ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി, ഇൻഡോറിലാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈറ്റ് കുറവായിരിക്കും, അതുകൊണ്ടാണ് ഔട്ട്ഡോറിൽ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിന് കൊടുത്ത് വന്നിരിക്കുന്ന റിമോട്ട് ഫാനുമായിട്ട് പെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇൻ കേസ് നിങ്ങൾ കിട്ടുന്ന റിമോട്ടിൽ പെയർ ആയിട്ടില്ല, അതായത് ഫാനും റിമോട്ടുമായിട്ട് കണക്ടിവിറ്റി ആകുന്നില്ല എങ്കിൽ റിമോട്ടിൽ ബാറ്ററി ഇടുക. റിമോട്ടിൻ്റെ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഫാനിൻ്റെ സ്വിച്ച് ഇടുമ്പോൾ ഈ ഫാനിൽ നിന്നും 2 ബീപ്പ് സൗണ്ട് കേൾക്കും. അങ്ങനെ റിമോട്ട് ഫാനുമായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ കണക്ടിവിറ്റി ആയിക്കോളും. നമ്മൾ ഈ ഫാൻ ടെസ്റ്റിങ്ങിന് വേണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ കനോപ്പി ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ഫീൽ തോന്നുന്നത് കേട്ടോ. അത് വേറെ പ്രശ്നമൊന്നുമില്ല. കനോപ്പിയൊക്കെ ഫിറ്റ് ചെയ്താൽ നല്ല ഗ്ലാമറാണ് ഈ ഫാൻ കാണാനും ഒക്കെ. അപ്പോൾ നമ്മളിത് വലിയ സ്പീഡൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ ഓപ്പണായിട്ട് കറക്കുന്നതുകൊണ്ട് സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല. വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 3 വർഷം വാറണ്ടിയുള്ള ഈ BLDC സ്മാർട്ട് ഫാൻ വില വരുന്നത് 2600 രൂപയാണ്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് ഈ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഇനി വാറണ്ടി പീരീഡ് കഴിഞ്ഞ് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നിങ്ങൾക്കതെല്ലാം റിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ.